ഹേ ഗായ്സ്, BCUട്സിലേക്ക് അവർക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം BC. ഹാരി പോട്ടർ ആൻഡ് ദ ഫിലോസഫർ സ്റ്റോൺ എന്ന സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഹാരി പോട്ടർ റീബൂട്ട് ചെയ്യുകയാണ്. എല്ലാവർക്കും അറിയാം, HBO ഒരു സീരീസായിട്ട്, HBO മാക്സിൽ ഒരു സീരീസായിട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു. 3-4 ദിവസം അതിൽ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഇന്ന് ട്രെയിലർ ബ്രേക്ക് ഡൗൺ എന്ന് പറയേണ്ട, നമുക്കൊരു അതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ, ഒരു ചെറിയ ടോക്ക് തന്നെ നടത്തി കളയാം. കാരണം ഈ ഒരു സീരീസ് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു, ചില കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ല. ആൻഡ് ഈ ട്രെയിലറിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര ഡാർക്കായിട്ടുള്ളൊരു ട്രെയിലറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഹാരി പോട്ടറിൻ്റെ ഫസ്റ്റ് ഫിലിം, അതായത് ഫിലോസഫർ സ്റ്റോൺ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ സ്റ്റോൺ എന്ന ഈ സിനിമ നോക്കുകയാണെങ്കിൽ ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും. ആൻഡ് എന്താ പറയുക, ഒരു ഹോപ്പ്ഫുള്ളായിട്ടൊരു പടമായിരിക്കും. ആ സിനിമ തന്നെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് കളർഫുള്ളായിട്ടുള്ളൊരു സിനിമയായിട്ട് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവും. ആൻഡ് ഗ്രാജുവലി ഈ ഹാരി പോട്ടർ സിനിമകളുടെ കളർ ഡിമ്മായി വരുമ്പോൾ ഈ ഡെഡ്ലി ഹാലോസ് ഒക്കെ ഭയങ്കര ഡാർക്കായിട്ട് ആ ഒരു എന്താ പറയുക, ആ ഒരു കളർ ടോൺ ഫുള്ളായിട്ട് ചേഞ്ച് ആയി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഈ ഒരു സീരീസിലേക്ക് വരികയാണെങ്കിൽ ഈ സീരീസിൻ്റെ ഫസ്റ്റ് സീസണാണ് അതിൻ്റെ ട്രെയിലർ വന്നേക്കുന്നത്, ഫിലോസഫർ സ്റ്റോൺ. അപ്പോൾ അത് തന്നെ കുറേ ഡാർക്കായിട്ട് എടുത്തുകൊണ്ട് പോയി. അതുപോലെ തന്നെ ബുക്കിൽ, അതായത് സിനിമയിൽ കാണാത്ത പല കാര്യങ്ങളും സീരീസിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ബുക്ക് സിനിമയാക്കാൻ നേരത്ത് 2 മണിക്കൂർ 3 മണിക്കൂറിനകത്ത് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി പല കാര്യങ്ങളും കട്ട് ചെയ്ത് കളയും. അപ്പോൾ ഒരു സീരീസ് ആവാൻ നേരത്ത് കുഴപ്പമില്ല. നമ്മൾ എന്താ പറയുക, 10 എപ്പിസോഡ് എന്ന് പറയാൻ നേരത്തെ ഒരു എപ്പിസോഡ് 1 മണിക്കൂർ വെച്ചെടുത്താലും ബുക്കിലുള്ള ഏറെക്കുറെ കാര്യങ്ങളും കവർ ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ അകത്ത് നമ്മുടെ ഹാരി സ്കൂളിൽ പോകുന്നതായിട്ടും അവിടെ ഹാരി ബുള്ളി ചെയ്യപ്പെടുന്നതായിട്ടും നമ്മുടെ ഹാരിയുടെ മുടി വെട്ടിക്കളയുന്നതായിട്ടുള്ള ഒരുപാട് സീൻസൊക്കെ നമുക്ക് ഈ ഒരു ട്രെയിലറിൽ കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് കാസ്റ്റിംഗ് വളരെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഒരു കാസ്റ്റിംഗ് ഒഴിച്ച് നമുക്ക് പോകാൻ പറയുന്നതായിരിക്കും. ആൻഡ് പിന്നെ ഈ ട്രെയിലർ ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ നേരെ പറഞ്ഞപ്പോൾ ഡാർക്കായിട്ടുണ്ട്. ചില സീൻസൊക്കെ എന്താ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ആൻഡ് ഈ ഹോഗ്വാർട്സിൻ്റെ ലുക്ക് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ അതിൻ്റെ ഒരു ഗ്രേറ്റ് ഹാളൊക്കെ കാണാൻ ഭയങ്കര ചെറുതായിട്ടുണ്ട്. ഗ്രേറ്റ് ഹാൾ എന്ന് ഭയങ്കര ഗ്രേറ്റ് ആയിരിക്കും, പക്ഷേ ഇത് ഭയങ്കര ചെറുതായിട്ട് എന്താ പറയുക, കുറച്ച് ചെറിയൊരു എന്താ പറയുക, ആ സ്ഥലത്തിൻ്റെയൊക്കെ എന്താ പറയുക സ്പേസ് കുറച്ച് കുറഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്ന കാര്യം താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു സീരീസ് നോക്കുകയാണെങ്കിൽ ഓഫ്കോഴ്സ് ഹാരി പോട്ടർ കണ്ട് വളർന്നവർക്കുള്ളതല്ല. ആക്ച്വലി ഇത് ജെൻസിക്ക് വേണ്ടിയുള്ള ഒരു ട്രൈ ആണ്. ഓഫ്കോഴ്സ് പുതിയ ഓഡിയൻസിനെ ഈ ഒരു ഫ്രാഞ്ചൈസിൻ്റെ അകത്തേക്ക് കൊണ്ടുവരണം, അതിനുവേണ്ടി ഒരു ട്രൈയും കൂടെയാണ്. സോ എനിക്കറിയില്ല എത്ര പേര് ഇത് കാണാൻ ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള കാര്യം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഓഫ്കോഴ്സ് നമുക്ക് ഇവിടെ കാസ്റ്റിംഗിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഒരു കാസ്റ്റിംഗ്, യെസ്, സെവറസ് സ്നേപ്പ് ഇതിൻ്റെ അകത്തൊരു ബ്ലാക്ക് ആക്ടറാണ് സെവറസ് സ്നേപ്പിനെ അവതരിപ്പിക്കാൻ പോകുന്നത്. ആൻഡ് ഈ ഒരു കാസ്റ്റിംഗ് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സിനിമയിൽ മാറാൻ പോകുന്നുണ്ട്. എനിക്കുള്ള ഡൗട്ടാണ്. കാരണം ഈ സെവറസ് സ്നേപ്പ് എന്ന കഥാപാത്രം ബുക്കിലായാലും സിനിമയിലായാലും ഒരു മിസ്അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ളൊരു കഥാപാത്രമാണ്. അതിന് കാരണം പുള്ളിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, കാരണം പുള്ളി പുറത്ത് കാണിക്കുന്നതല്ല ആക്ച്വലി പുള്ളി ഉള്ളിലുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു കഥാപാത്രത്തിനെ ഒരു ബ്ലാക്ക് ആക്കി മാറ്റാൻ നേരത്ത് ഇതൊരു റേസിസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് മാറും. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു കഥാപാത്രം ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ ഈ ഹാരി പോട്ടറിൻ്റെ അച്ഛനൊക്കെ ഈ സെവറസ് സ്നേപ്പിനെ ഒരുപാട് ബുള്ളി ചെയ്തിട്ടുണ്ട്. ഹാരി പോട്ടറിൻ്റെ അച്ഛൻ മാത്രമല്ല, ഹാരി പോട്ടറിൻ്റെ അച്ഛൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ലൂപ്പിൻ, നമ്മളെ സെവറസ്, ഈ കഥാപാത്രങ്ങളെല്ലാം തന്നെ ബുള്ളി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കഥാപാത്രം ബ്ലാക്ക് ആവാൻ നേരത്ത്, പ്രശ്നം എന്ന് പറയാൻ നേരത്ത് ഈ ഹാരി പോട്ടറിൻ്റെ അച്ഛനൊക്കെ എന്താ പറയുക, ഒരു റേസിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് കാണപ്പെടാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുമാത്രമല്ല, ഈ കഥാപാത്രത്തിനെ ആൾക്കാർ ഇഷ്ടപ്പെടാത്തതിൻ്റെ കാരണവും ഈ കഥാപാത്രം ബ്ലാക്ക് ആയതുകൊണ്ടായിരിക്കാം. അത് ഒരു ബ്ലാക്കാണ്, അതുകൊണ്ട് ഇവൻ വില്ലനായി എന്നൊരു മൈൻഡ് സെറ്റ് ആൾക്കാർക്ക് കൊടുക്കുമോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട്. കാരണം ഈ കഥാപാത്രത്തിൻ്റെ ബ്ലാക്ക് സ്റ്റോറി മാറ്റാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്. എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ പറയാമല്ലോ, ഒരു നോവൽ ചരിത്രത്തിൽ, ഒരു ബുക്ക് ചരിത്രത്തിൽ വളരെ വെൽ റിട്ടേൺ ആയിട്ടുള്ളൊരു കഥാപാത്രമാണ് എന്താ പറയുക, ഈ സ്നേപ്പിൻ്റെ കഥാപാത്രം വളരെ നന്നായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. കാരണം മിസ്അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രം, അത് വളരെ നന്നായിട്ട് ആലൻ റിക്മാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ സ്വാപ്പ് ആ സിനിമയെ എങ്ങനെ ബാധിക്കും, നന്നായിട്ട് ബാധിക്കുമോ മോശമായിട്ട് ബാധിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. സോ വെയിറ്റ് ആൻഡ് സീ. ആൻഡ് ട്രെയിലർ ഭയങ്കര ലാവിഷ എന്ന് പറയുമ്പോൾ ഭയങ്കര ഡാർക്കായിട്ടുണ്ട്, ഭയങ്കര ഗ്ലൂമി ആയിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. എന്താ പറയുക, നമുക്ക് ഇതുവരെ ഹോഗ്വാർട്സിൻ്റെ ഒരു ഫുൾ രൂപം ട്രെയിലറിൽ കാണിച്ചിട്ടില്ല. ആൻഡ് ക്വിഡിഷ് മാച്ച് ആക്ച്വലി നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ഹാരി ആ നിംബസ് 2000 ആ ഒരു പറക്കുന്ന ആ ഒരു ഇതും കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ റോൺ വീസ്ലി, അങ്ങനെയുള്ള എന്താ പറയുക, ഹാരിയെ കണ്ടുമുട്ടാൻ നേരത്തുള്ള ആ എക്സ്പ്രഷൻ കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എന്താ പറയുക, ഇത് ഒരു വലിയൊരു എന്താ പറയുക, ഒരു വലിയ കൂട്ടം കുട്ടികളുടെ ഒരു സ്വപ്നമാണ്. ഇന്ന് ആ സിനിമ കണ്ട് എല്ലാവരും വലുതായി, ആൻഡ് അവർക്ക് മക്കളായി കാണും. സോ വാട്ട് യു ഫീൽ അബൌട്ട് ദിസ് ട്രെയിലർ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം. ആൻഡ് മറ്റൊരു ദിവസം മറ്റൊരു കാണാം. അതുവരേക്കും ബൈ.